എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയവർ, അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർ, ജോയിൻ ചെയ്യാത്തവർ, അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകളും അതുപോലെ ആപ്ലിക്കേഷനും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി വരെയാണ്. നിലവിൽ എഡിറ്റ് ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ വന്നിട്ടില്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് FYGP എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും മുകളിലായിട്ട് FYGP 2026-27 എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം പറഞ്ഞിട്ടുള്ളത് 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനം പുതുക്കിയ സമയക്രമം 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഓഗസ്റ്റ് 14-ാം തീയതി, അതായത് 14/8/2026 മുതൽ 16/8/2026 രാത്രി 8 മണി വരെ ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ തുടർന്ന് റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 4/9/2026 വരെയായിരിക്കും. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവേശനം 4/9/2026 പൂർത്തിയാക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റ് വഴിയുള്ള പ്രവേശനത്തിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ മുഖേനയുള്ള പ്രവേശന നടപടികൾ 11/9/2026 പൂർത്തീകരിക്കേണ്ടതാണ്. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശന നടപടികൾ 11/9/2026 അവസാനിക്കുന്നതായിരിക്കും. 20/8/2026 തീയതി മുതൽ ലൈറ്റ് രജിസ്ട്രേഷൻ വീണ്ടും ലഭ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾ പുതുക്കിയ സമയക്രമം ശ്രദ്ധാപൂർവ്വം പാലിക്കേണ്ടതും സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരമായി സന്ദർശിച്ച് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ വിദ്യാർത്ഥികൾ പരിശോധിക്കേണ്ടതുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഈ റാങ്ക് ലിസ്റ്റ് മുഖാന്തരം അഡ്മിഷൻ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. നിലവിൽ സീറ്റ് വേക്കൻസി FYGP 2026-27 സീറ്റ് വേക്കൻസി ക്ലിക്കർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓരോ കോളേജിലും എത്ര വീതം സീറ്റ് വേക്കൻസി ഉണ്ട്, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എയ്ഡഡ്, ഗവൺമെൻറ്, സെൽഫ് ഫിനാൻസിങ്, യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ് എന്നിങ്ങനെയുള്ള വിവിധ സെൻറ്ററുകളിലൊക്കെ വേക്കൻസി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ് ഇതേപോലെ സെലക്ട് ചെയ്യാവുന്നു. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതുമാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളിൽ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇനി നമുക്ക് ഗവൺമെൻറ് കോളേജിൽ വല്ല സീറ്റ് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സാധാരണ അതിൽ ഗവൺമെൻറ് കോളേജിൽ സീറ്റ് വേക്കൻസി ചില കോഴ്സുകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടോ നോക്കാം. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഇത് മ്യൂസിക് കോളേജാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മ്യൂസിക് കോളേജ് നോക്കുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് വേക്കൻസി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു കോളേജ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഇവിടെ പല കോഴ്സുകൾക്കും സീറ്റ് വേക്കൻസി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കോളേജ് അനുസരിച്ച് ഓരോ കോളേജിലും പല കോഴ്സുകൾക്കൊക്കെ ആയിരിക്കും വേക്കൻസി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾക്ക് ഇവിടെ ഏതെങ്കിലും കോളേജിലൊക്കെ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഓരോ കോളേജിലും വേക്കൻസി ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഹോം പേജിലേക്ക് പ്രവേശിക്കുക. അതായത് ഹോം പേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേജാണ്. അപ്പോൾ admission.uc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് FYGP എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് ലൈറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് വരുന്ന സമയത്ത് ഇവിടെ FYGP 2026-27 ലൈറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് വരും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് വരും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ലൈറ്റ് രജിസ്ട്രേഷൻ ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് ഇടാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് അല്ല ലോഗിൻ ചെയ്തുകൊണ്ട് പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നു. പ്രൊഫൈൽ പേജിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് അവിടെ അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി കീ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റുകളും സീറ്റ് വേക്കൻസി അനുസരിച്ച് കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതുമാണ്. അതുപോലെ ഇതുവരെ അപേക്ഷിക്കാത്തവരാണെങ്കിൽ ഈ ഒരു ലൈറ്റ് രജിസ്ട്രേഷൻ ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നു. അതിന് താഴെയായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അതുപോലെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക്
ക്യാമ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്നതും എന്നിട്ട് ഈ ഒരു നിങ്ങൾക്ക് ക്യാമ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ് 16 രാത്രി 8 മണി വരെയാണ് ഈ രീതിയിൽ ഓപ്ഷൻ നൽകാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കുക. ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 19 നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും റാങ്ക് ലിസ്റ്റ് മുഖാന്തരം വിദ്യാർത്ഥികൾക്ക് ഓരോ കോളേജ് സീറ്റ് വേക്കൻസി അനുസരിച്ച് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നതുമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ കോളേജും നിങ്ങളെ വിളിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ടേക്കും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ സാധാരണയുള്ള ഫീസ് തന്നെയാണ് കോളേജുകളിൽ വരിക. അതായത് ഗവൺമെൻറ് കോളേജും എയ്ഡഡ് കോളേജൊക്കെ സാധാരണ ഇതിലുള്ള ഫീസാണ്. സെൽഫ് ഫിനാൻസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.